ഹലോ, നാട്ടിലെ പ്രവാസിയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ വീഡിയോയിലൂടെ നമ്മുടെ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ വിവാദത്തെക്കുറിച്ചാണ്. നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഒരു വ്യായാമമുറ, ഒരു നൃത്തരൂപം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഇത് കുട്ടികൾക്ക് വളരെ ആഹ്ലാദകരമായിട്ട് നൃത്തം ചെയ്ത് അവരെ മറ്റ് തരത്തിലുള്ള ചിന്തകളിൽ നിന്നും മാറ്റി അവരുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസം ഉണ്ടാക്കിയെടുക്കുക, അതോടൊപ്പം തന്നെ ലഹരിക്കെതിരായുള്ള സന്ദേശം ആ സന്ദർഭങ്ങളിൽ അവരുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നിങ്ങനെയുള്ള സർക്കാരിൻ്റെ വിദഗ്ധരുടെയും അഭിപ്രായവും അവരുടെയൊക്കെ നിർദ്ദേശവും എല്ലാം പരിഗണിച്ചിട്ടാണ് സർക്കാർ ഒരു നൃത്തരൂപം, ഒരു വ്യായാമമുറ സർക്കാർ സ്കൂളുകളിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഇത് ഒന്ന് തുടക്കം കുറിച്ചു. ലഹരി വിരുദ്ധ ദിനത്തിൽ തന്നെ ഇതിൻ്റെ തുടക്കം കുറിച്ചു. എവിടെ നിന്നെന്നറിഞ്ഞില്ല, 4 വശത്തു നിന്നും ആക്രമണം തുടങ്ങി. എന്ത് വന്നാലും വിവാദമുണ്ടാക്കണം എന്നുള്ള ഒറ്റ ചിന്തയിൽ കഴിയുന്ന കുറേ ആളുകൾ ഇവിടുണ്ട്. അവർക്ക് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുക, പൊതുജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന ചെറിയ ചില അജണ്ടകളാണുള്ളതെങ്കിലും ഈ ഒരു സംഭവത്തെ നമ്മൾ നിസ്സാരമായി കാണാൻ കഴിയില്ല. ഇവരിവിടെ ഇപ്പോൾ പ്രവേശം ചെയ്തിരിക്കുന്നത് മതവിശ്വാസത്തിന് എതിരാണ് ഈ നൃത്തം എന്നാണ്. അല്പവസ്ത്രധാരികളായി ആണും പെണ്ണും ഇടകലർന്ന് നൃത്തം ചെയ്യുന്നത് ഞങ്ങളുടെ മതവിശ്വാസത്തിന് എതിരാണ്. അതുകൊണ്ട് സൂംബ ഡാൻസ് സർക്കാർ നിർത്തിവെക്കണം. ഇതാണ് ഇവരുടെ ആവശ്യം. വളരെ ലളിതമാണ് അവരുടെ ആവശ്യം. അവർ പറയുന്നത് അവരുടെ മതവിശ്വാസം അനുസരിച്ച് ഈ നൃത്തരൂപം ഹറാമാണ്, വിരുദ്ധമാണ്, അവരുടെ വിശ്വാസത്തിനെ അങ്ങേയറ്റം തകർക്കുന്ന ഒരു സംഭവമാണ് ഈ നൃത്തരൂപം. അതുകൊണ്ട് ഇതൊക്കെ നിർത്തിവെക്കണം എന്നാണ് അവരാവശ്യപ്പെടുന്നത്. അങ്ങനെ ആവശ്യപ്പെടാൻ അവർക്ക് അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കതിനുള്ള അവകാശമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അത് അവരുടെ കാര്യമാണ്. പക്ഷേ അവർ ഇത് ആവശ്യപ്പെടുന്നത് കേരളത്തിലെ മൊത്തം മുസ്ലിം സമുദായത്തിൻ്റെ അട്ടിപ്പേറവകാശം തങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ്. കേരളത്തിലെ മുസ്ലിം സമുദായാംഗങ്ങൾ എല്ലാം ഇവിടുത്തെ മതമൗലികവാദികൾക്ക് വിധേയമായി ജീവിക്കുന്നവരാണെന്നും ആ മതമൗലികവാദ സംഘടനകളുടെ നേതൃത്വത്തിലിരിക്കുന്നവരുടെ ഫത്വകൾക്ക് വിധേയമായി ജീവിച്ചിരിക്കുന്നവരാണെന്നും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുസ്ലിം സമുദായം ഒന്നടങ്കം മതവിശ്വാസം തകർന്നുപോയി, സമുദായത്തിന് ഒന്നടങ്കം മതവിശ്വാസം തകർന്നു പോകും ഈ നൃത്തരൂപം ഇവിടെ കൊണ്ടുവന്ന ഈ രൂപത്തിലാണ് അവരിവിടെ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒറ്റ കാര്യം മാത്രമേ ഇക്കൂട്ടരോട് ചോദിക്കാനുള്ളൂ. ആരാണ് നിങ്ങൾക്ക് മുസ്ലിം സമുദായത്തിൻ്റെ അട്ടിപ്പേറവകാശം തന്നത്? ഞാനൊരു മുസ്ലിം സമുദായാംഗമാണ്. എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നിനക്ക് ഞാൻ എവിടെ വെച്ച് അവകാശം തന്നു? എന്തുകൊണ്ടാണ് നീ എൻ്റെ അധികാരം, എൻ്റെ അവകാശങ്ങൾ വെച്ച് സംസാരിക്കുന്നത്? നിനക്കതിനുള്ള അധികാരം എവിടെ നിന്ന് കിട്ടി? നീ ഒരു മുസൽമാനാണ്. നിൻ്റെ വിശ്വാസത്തിന് എന്തെങ്കിലും എതിര് നീ കാണുന്നുണ്ടെങ്കിൽ നിനക്കതിൽ നിന്ന് മാറി നിൽക്കാം. വേണമെങ്കിൽ നിൻ്റെ മക്കളെയോ നിൻ്റെ നീ പറഞ്ഞാൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്താം. സമുദായത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, ഇതിനു മുമ്പും ഇതുപോലെ ജനറൽ ന്യൂട്രൽ ആയിട്ടുള്ള യൂണിഫോം കൊണ്ടുവന്ന സമയത്ത് ഈ കൂട്ടർ ചാടി വിട്ടായിരുന്നു. ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളുകളിൽ കൊടുക്കണം, കുട്ടികൾക്ക് മെച്ചപ്പെട്ട ലൈംഗികാരോഗ്യത്തോടുകൂടി മെച്ചപ്പെട്ട പൗരസമൂഹത്തെ വാർത്തെടുക്കണം എന്നൊരു ചിന്തയോടുകൂടി വളരെ കാലമായി വിദഗ്ധന്മാർ ഇത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ഒക്കെയും ഓരോ സന്ദർഭത്തിലും ഇവർ ചാടി വീണ് പറയുന്നത് ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം എന്താണ്? പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് വിവാഹങ്ങൾ നടത്തിയ അറേബ്യൻ പാരമ്പര്യത്തെ പിന്തുടരുന്നവർ ലൈംഗിക വിദ്യാഭ്യാസത്തെ
എതിർക്കുന്നതിൽ ഒന്നും പറയാൻ നമുക്ക് കഴിയത്തില്ല. കാരണം അവർ അത്രയും പ്രാകൃതമായ ചിന്താഗതിയുള്ളവരാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മനസ്സും വളരെ ആധുനികമായ വേഷവിധാനങ്ങളും വെച്ച് നടക്കുന്ന ഇവരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. കണ്ടാൽ എന്തൊരു മാന്യന്മാരാ! കോട്ടും സൂട്ടും അടിപൊളി ഗ്ലാസും ഒക്കെ ഇട്ട് ഏറ്റവും കൂടിയ മൊബൈൽ ഫോണും ഒക്കെ വെച്ച് നിന്ന് പറയുന്ന കാര്യങ്ങൾ അങ്ങേ അറ്റം പ്രാകൃതവും പുരോഗമന വിരുദ്ധവും അറുപിന്തിരിപ്പമായിട്ടുള്ളതാണ്. നമ്മളെന്നും അവർ പറയുന്ന ചിട്ടകളോടും വട്ടങ്ങളോടും കൂടി ജീവിക്കണം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ പലപ്പോഴും സർക്കാരുകൾ ജനാധിപത്യമായി തെരഞ്ഞെടുപ്പുകളെ നേരിട്ട് അധികാരത്തിൽ വരുന്നവരാണ്. ഇവരൊരു വോട്ട് ബാങ്കിനെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അതൊരു ചെറുതാണെങ്കിലും ഒരു വോട്ട് ബാങ്ക് ശക്തമാണ്. ഞങ്ങൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ വോട്ട് ചെയ്യും, നിങ്ങളെ ഞങ്ങൾ തോൽപ്പിക്കും. ഈ ഒരു പേടി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. അത് ഇടതുപക്ഷത്തിനുമുണ്ട്, കോൺഗ്രസ്സിനുമുണ്ട്, എന്തിനു പറയുന്നു BJPക്ക് വരെ ഉണ്ട്. അപ്പം അവരെയൊക്കെ ഒന്ന് ഭയന്ന് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്, പൊതുവേ ഉള്ളത്. പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ വളരെ ബോൾഡായിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ സൂംബ ഡാൻസിനെ സംബന്ധിച്ച് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. സഖാവ് പിണറായി വിജയനും സഖാവ് ശിവൻകുട്ടിയും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ നൃത്തരൂപം ആരെതിർത്താലും നടപ്പിലാക്കും. ഇതിൽ നിന്നും ആർക്കെങ്കിലും മാറി നിൽക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ അല്പവസ്ത്രത്തിൻ്റെ വിഷയമില്ല, ഇവിടെ ഇടകലർന്നുള്ള ഡാൻസിൻ്റെ വിഷയമില്ല, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആഭാസത്തരങ്ങളോ മറ്റ് മാന്യതയ്ക്ക് നിരക്കാത്ത വിഷയങ്ങളോ ഇല്ല. നമ്മളിപ്പോൾ ഈ നൃത്തം പലയിടത്തും നടത്തി കണ്ടിട്ടുള്ളതാണ്. കുട്ടികൾ എത്ര ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ അവരത് ചെയ്യുന്നു. അവരുടെ ആ ഒരു മാനസികാവസ്ഥ, അവരുടെ ആ സന്തോഷം കണ്ടിട്ടാണ് ഇവർക്ക് സഹിക്കാൻ വയ്യാത്തത്. ഇവർ സന്തോഷം എന്ന് പറയുന്ന ഭൂമിയിൽ പാടില്ല. സന്തോഷം നൃത്തം ചെയ്യാൻ പാടില്ല, പാട്ട് പാടാൻ പാടില്ല, വേറെ എന്തെങ്കിലും ആഹ്ലാദകരമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാം സ്വർഗത്തിലേക്ക് കിട്ടും. മരിച്ചു കഴിഞ്ഞാൽ അവിടെ തരും. ഇവിടെ നിങ്ങളിതൊന്നും ചെയ്യാൻ പാടില്ല. ഇതാണ് ഇവരുടെ പോളിസി. ഈ പോളിസി നമ്മുടെ മേൽ നടപ്പിലാക്കാൻ ഇവർക്ക് ആരധികാരം നൽകി എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളിതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളും ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ മുസ്ലിം സമുദായത്തിൽ പോയതുകൊണ്ട് ഈ അപരിഷ്കൃതരായ ഈ എന്താ പറയുക, ഇവർ ഈ പ്രാകൃതന്മാരുടെ തീട്ടൂരങ്ങൾക്ക് വിധേയമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല. നമ്മൾ ജീവിക്കുന്നത് ഒരു ആധുനിക ജനാധിപത്യ രാജ്യത്തിലാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ഇവിടെ ഭരണഘടനയുണ്ട്, ഇവിടെ കൃത്യമായ വ്യവസ്ഥകളുണ്ട്, പൗരസ്വാതന്ത്ര്യമുണ്ട്, അതനുസരിച്ചുള്ള നിയമ സംവിധാനങ്ങളുണ്ട്. ഇതനുസരിച്ച് ജീവിക്കുന്ന ഈ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായാംഗങ്ങളെ മതത്തിൻ്റെ ഉമ്മാക്കി കാട്ടി, വിശ്വാസത്തിൻ്റെ ഉമ്മാക്കി കാട്ടി, പേടിപ്പിച്ച് ഇവിടെ അവരുടെ വരുതിയിൽ നിർത്താം എന്നവർ ധരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. ഇവിടെ ഭൂരിപക്ഷം മുസ്ലിം സമുദായാംഗങ്ങൾക്കും നിങ്ങളുടെ തീട്ടൂരങ്ങൾക്കും ഫത്വകൾക്കും പുല്ല് വിലയാണ് കൽപ്പിക്കുന്നതെന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഇവിടെ ജീവിക്കുന്ന ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് ജീവിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഭരണഘടനയുടെ മഹത്വമൊക്കെ ഊതി താളം കൊട്ടിയുമൊക്കെ നിങ്ങൾ റോഡിലൊക്കെ ഇറങ്ങി ഡാൻസ് ചെയ്യാറുണ്ട്, നമ്മൾ കണ്ടതാണ്. സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ മറ്റേ പൗരത്വ വിഷയം വരുമ്പോൾ ഇപ്പോഴൊക്കെ നിങ്ങൾ ഭരണഘടനയെ അങ്ങ് ഭയങ്കരമായിട്ട് പൊക്കി പുകഴ്ത്തി താരാട്ട് പാടുന്ന സംഭവം. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ഭരണഘടന എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങേയറ്റം അറുപിന്തിരിപ്പനായ മതചിന്തകളും മതനിയമങ്ങളുമാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഭരണഘടന. ആ ഭരണഘടന ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് നടപ്പിലാക്കാൻ കഴിയാത്തതിൻ്റെ വിഷമത്തിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് മുസ്ലിം സമുദായാംഗങ്ങളെ എങ്കിലും ഇതൊക്കെ അങ്ങ് അടിച്ചേൽപ്പിച്ച് ഇവിടെ ഞങ്ങളങ്ങ് വലിയ ആളുകളായി ഞങ്ങളുടെ നേതാക്കളായി അങ്ങ് അഭിനയിച്ച് സർക്കാരുകളെ പേടിപ്പിച്ച് നിങ്ങളുടെ വരുതിക്ക് നിർത്താം എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾക്ക് വിധേയമായി ജീവിക്കാൻ കേരളത്തിലെ മുസ്ലിം സമുദായം സന്നദ്ധമല്ല എന്നുള്ള ഒന്നാമത്തെ പാഠം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ജീവിക്കുന്ന മക്കൾ ചിലപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ നിഷേധങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങളുടെ കവിള തഴുകിട്ടുന്ന ഒരു സന്ദർഭം ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലുള്ളവരെ പോലും നിങ്ങൾക്ക് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ അവരെ നിയന്ത്രിക്കാനോ കഴിയില്ല. പിന്നെയല്ല ഈ സമുദായം നിങ്ങൾക്ക് വിധേയപ്പെട്ട് പ്രാകൃതരായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല. ഇവിടെ ഒരു മഹത്തായ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ഒരു മതേതര സംവിധാനത്തിൽ ഒരു രാജ്യത്തെ വളർത്തിക്കൊണ്ടുവന്ന് മെച്ചപ്പെട്ട ജീവിതവും വികസിതമായ ജീവിതവും കൂടുതൽ പുരോഗമനപരമായ ജീവിതവും ആഗ്രഹിക്കുന്ന മുസ്ലിം സമുദായങ്ങളാണ് ഈ നാട്ടിലുള്ളത്. അവർ
ആ പൊതുസമൂഹത്തിൻ്റെ പൊതുധാരയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ അവരോടൊപ്പം നിന്നുകൊണ്ട് അവരെന്നോ ഞങ്ങളെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ ഒരു യന്ത്രത്തിൻ്റെ അവിഭാജ്യഘടമായ ഒരു ഭാഗം പോലെ പ്രവർത്തിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കായി വർക്ക് ചെയ്യുന്നവരാണ്. അത് രാജ്യത്തിൻ്റെ പുരോഗതിയോടൊപ്പം തന്നെ വ്യക്തികളെന്നുള്ളത് ഞങ്ങളുടെ പുരോഗതിയുടെയും ഭാഗമാണ്. അത് നമ്മുടെ ഒരു പ്രധാന ആവശ്യമാണ്. അതിനിടയ്ക്ക് ഈ മതത്തിൻ്റെ കോപ്പ് ഉണ്ടാക്കാൻ വരരുത്. നിന്നെയൊന്നും ഞങ്ങൾ പുല്ല് വില കൽപ്പിക്കുന്നില്ല. നിനക്കൊക്കെ ഉള്ള സ്ഥാനം ചവറ്റുകൊട്ടയിലാണ്. ഇനിയെങ്കിലും മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് നീയൊന്നും സർക്കാരുകളെ വിരട്ടാനോ മതത്തിന് വിശ്വാസത്തിനെതിരാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇവിടെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് തന്നെയാണ് ഇവിടെ സർക്കാരുകളോ ഇവിടെ വരുന്ന സർക്കാരുകൾ ഇടതായാലും വലുതായാലും എല്ലാം സെക്യുലർ ഗവൺമെൻറ്റുകളാണ്. ഇവിടെ സംഘപരിവാര സർക്കാരൊന്നുമില്ല. അവരുടെ മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുക അങ്ങനെ ഉള്ളിടത്ത് നിങ്ങൾ വാപൊത്തി പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന രംഗങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവർക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംഘപരിവാറിൻ്റെയും അവരുടെ സർക്കാരുകളുടെയും മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന നിങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അന്നെല്ലാം പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും നിങ്ങളുടെ മൗനം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കണം, നിങ്ങൾക്ക് ടാക്സിൻ്റെ വിഷയങ്ങളുണ്ട്, നിങ്ങൾക്ക് ED പേടിയാണ്, നിങ്ങൾക്ക് ഇൻകം ടാക്സിനെ പേടിയാണ്, അത്തരമുള്ള വിഷയങ്ങൾ അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം, അത് നിങ്ങൾ ചെയ്തു. പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെ അട്ടിപ്പേർ അവകാശം നിങ്ങൾക്കാണെന്നുള്ള ധാരണയിൽ നിങ്ങൾ സർക്കാരുകളോട് വിലപേശാൻ വന്നാൽ അതിനെ അംഗീകരിക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾ സന്നദ്ധമല്ല. സർക്കാരുകളോട് പറയേണ്ട ഒരു കാര്യം, എന്നും ഭയത്തോടെ മാത്രമേ ഈ കൂട്ടരെ സർക്കാരുകൾ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴും സർക്കാർ എടുത്ത ഈ തീരുമാനത്തെ അഭിനന്ദിക്കുമ്പോഴും സർക്കാർ ഒന്ന് പതറി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ജനറൽ യൂണിഫോം കൊണ്ടുവരുന്ന സമയത്ത് ഇവർ അതിഭയങ്കരമായ പ്രചരണമാണ് നടത്തിയത്. ഈ പ്രചരണത്തിൽ സർക്കാർ വീണുപോയെന്നുള്ളതാണ്, ഭയന്നു പോയെന്നുള്ളതാണ് സത്യം. അവരതിൽ നിന്ന് പിന്നോക്കം പോയി എന്നുള്ളതും സത്യമാണ്. ചില ബോൾഡായിട്ടുള്ള ചില സ്കൂൾ മാനേജ്മെൻറ്റുകൾ മാത്രം അവർ ആ ജനറൽ ന്യൂട്രൽ എന്നുള്ള ആ ഒരു യൂണിഫോമിൽ കൊണ്ടുവരികയും നടപ്പിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് സർക്കാരുകളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ മുസ്ലിങ്ങളുടെ നേതൃത്വമെന്നോ മുസ്ലിങ്ങളുടെ അവകാശം കിട്ടിയിരിക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയിൽ ഈ പ്രാകൃതന്മാരെ പരിഗണിക്കരുത്. ഇവർ മുസ്ലിങ്ങളുടെ പ്രതിനിധികളല്ല. അവർക്ക് സ്വന്തം താല്പര്യങ്ങളുണ്ട്. ഇന്ത്യക്കകത്തൊരു താലിബാൻ രാജ്യം സ്ഥാപിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം അവർ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മേൽ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളുടെ മേൽ തീർക്കുകയാണ്. ആ കടി അവർക്ക് തീർക്കാൻ കഴിയില്ല. കാരണം അതിനെ ചേർത്ത് നിൽക്കാൻ പുരോഗമന ചിന്താഗതിയുള്ള 90% മുസ്ലിങ്ങളുള്ള ഈ കേരളത്തിൽ അവരുടെ പ്രാകൃത ചിന്താഗതി നടപ്പിലാക്കാൻ അനുവദിക്കുകയില്ല. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഒരു മതമൗലികവാദികളുടെ ആവശ്യങ്ങൾക്ക് വിധേയമായി തീർന്ന അതിനെതിരെ അതിശക്തമായ പ്രതികരണം ഈ നാട്ടിൽ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് മാത്രമാണ് ഇവിടെ ഇപ്പോൾ പറയാനുള്ളത്. പൊതുസമൂഹം കൃത്യമായി പ്രതികരിക്കണം. ഇതൊരു മത വിഷയമല്ല, ഇതൊരു പൊതുവിഷയമാണ്. ഇവിടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ, ഇവിടെ മതേതരത്വമുണ്ടോ, ഇവിടെ ജനാധിപത്യമുണ്ടോ എന്നൊക്കെയുള്ള പരിശോധിക്കുന്നതിനുള്ള ഒരു സന്ദർഭമാണത്. ഈ സന്ദർഭത്തിൽ പൊതുസമൂഹം കൃത്യമായി ഇടപെട്ട് ഇത്തരം ഛിദ്രശക്തികളെ, കറുത്ത ശക്തികളെ, ഈ കോട്ടും സൂട്ടും ഇട്ട് നമ്മുടെ മുമ്പിൽ ആധുനികനെന്ന് അഭിനയിച്ച് നിൽക്കുന്ന ഈ പ്രാകൃതന്മാരെ ഒതുക്കാൻ നിങ്ങൾ കൂടി മുന്നോട്ടിറങ്ങണമെന്നാണ് എല്ലാവരോടുമായി പറയുവാനുള്ളത്. ഇനി ഒരു വീഡിയോയുമായി ഒരിക്കൽ കൂടി കാണാം. ഇത്തരം വിഷയങ്ങൾ നമുക്കും സംസാരിക്കാം.